നമസ്കാരം. നമ്മുടെ ഇപ്പോൾ ഉള്ളത് കൃഷ്ണപ്രസാദ് ഏട്ടനെയാണ്. വളരെ ചെറുപ്പം മുതലേ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടിട്ടുള്ളതാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. ഒരുപാട് സിനിമ ഇപ്പോൾ അവസാനമായിട്ട് വാഴയിൽ തകർത്തഭിനയിച്ച് നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച ഒരാൾ കൂടിയാണ്. ഇദ്ദേഹത്തിൻ്റെ അഭിനയം വളരെ നാച്ചുറലായിട്ടുള്ളതായിട്ടാണ് എനിക്കിതോടെ തോന്നിയിട്ടുള്ളത്. പുതിയ സിനിമയായിട്ട് വന്നിരിക്കുകയാണ് കൃഷ്ണപ്രസാദ് ഏട്ടൻ. പറയൂ, എന്താണ് വിശേഷം? ആലി എന്ന് പറഞ്ഞൊരു മൂവിയാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. അത് ഈ ഓണക്കാലത്ത് ഇറങ്ങുകയാണ്. ഓഗസ്റ്റ് 14 തീയതിയാണ് റിലീസ് ചെയ്യേണ്ടത്. അതിൽ നായികയുടെ അച്ഛൻ്റെ വേഷമാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു വലിയ പടമല്ല, ഒരു ചെറിയ പടമാണ്. ചെറിയ പടം എന്ന് പറഞ്ഞ് എഴുതി തള്ളാൻ പാടില്ല. ഒരു നല്ലൊരു ഫാമിലി മൂവിയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് ഈ ഓണക്കാലം ആലിയോടൊപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാവും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. എന്താണ് ആലിയിലെ കഥാപാത്രം എന്തായിട്ടാണ് ശരിക്കും? അത് ഞാൻ നായികയുടെ അച്ഛനാണ്. ആലി എന്ന് പറയുന്നതാണ് നായിക. ആലി എന്ന് പറയുന്ന നായികയുടെ അച്ഛൻ്റെ വേഷമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓണത്തിന് പൃഥ്വിരാജൊക്കെ ആയിട്ട് മുട്ടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ദുൽഖർ സൽമാൻ, അതുപോലെ നിവിൻ പോളി, ഇതൊക്കെ മുട്ടാൻ വേണ്ടി വന്നേക്കാണ് നിങ്ങളായിട്ട്. 14 തീയതി റിലീസാണ്. എന്താണ് പറയാനുള്ളത്? അല്ല, അങ്ങനൊന്നും ആരുമായിട്ട് ഫൈറ്റ് അല്ലല്ലോ. നമുക്ക് അവരുടെയൊക്കെ പടം കഴിഞ്ഞിട്ട് നമുക്ക് പടം കാണുമ്പോൾ അതിൽ ഒരു എന്താ പറയുക, ഒരു വലിയ പടത്തിൻ്റെ ബഹളത്തിൽ ചെറിയത് ഒരു നാടൻ ഓണം, നാടൻ സദ്യ അല്ലെ, ഓണസദ്യ ആ കഴിക്കുന്ന ഒരു സുഖം. എന്താണ് അപ്പോൾ അവർ തമ്മിൽ കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിൽ? അല്ല, അങ്ങനല്ല. നമ്മളെന്തിനാ കോമ്പറ്റീഷൻ? ഈ ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ട്, അതുണ്ട്, അപ്പോൾ ഹെൽത്തി അതുണ്ടാവും. അത് എല്ലാവരും തമ്മിലുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവാം. പക്ഷേ ഒരു നാടൻ എന്താ പറയുക, ഓണസദ്യ കഴിക്കുന്ന സുഖം ആലിയോടൊപ്പം. ആക്ടിങ്ങിൻ്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? കുറച്ച് പടങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വാഴയുടെ ഒരു 3-ാം ഭാഗത്തിലുണ്ടോ? അല്ല, അത് പറയാൻ പറ്റില്ല. അതൊക്കെ വരുന്നേ ഉള്ളൂ. അതൊക്കെ ഇങ്ങനെ സംഭവിക്കാതിരിക്കാം. എന്നാലും എല്ലാം നല്ലതിനാവട്ടെ. വാഴയ്ക്ക് ശേഷം വരുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ അല്ലേ, അതേപോലത്തെ രസിപ്പിക്കുന്ന. അതെ. എന്തായാലും അത് ഒരു വ്യത്യസ്തമായ കഥാപാത്രമായിരുന്നു വാഴയിലെ പോലീസ് ഓഫീസർ. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത് എനിക്ക് ഒത്തിരി ഫോൺ കോളും എന്തിനു പറയുന്നു, പുതിയ തലമുറയിലെ കൊച്ചുകുട്ടികൾ വരെ നമ്മളെ കാണുമ്പോൾ അതൊരു വലിയ സന്തോഷമായിട്ട് അവർ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമാണ്. ഈ പറയുന്ന ഈ പുതിയ സിനിമകൾ എന്തൊക്കെയാണ്? ഒറ്റക്കൊമ്പൻ തൊട്ട് പല പടങ്ങളും ചെയ്യുന്നു. അല്ല, അദ്ദേഹം കൊണ്ട് അത് ആ പടമൊക്കെ ഷൂട്ട് നടക്കുന്നേ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ടില്ല. അതിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കും. ഓണത്തിന് എന്താണ് പുതിയ ഇതായിട്ടാണ് വരുന്നത് അല്ലേ? അതെ, ഓണത്തിന് ഇപ്പം അതെ ആലിയാണ് ഓണത്തിന് ഇറങ്ങുന്ന പടം. മിക്കവാറും ഒറ്റക്കൊമ്പൻ അടുത്ത ക്രിസ്മസിനുള്ള മൂവിയായിട്ടായിരുന്നു. അതെ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ഇനി കാണണം, എന്തായാലും ഉണ്ടായിരിക്കും, കാണണം. എന്തായാലും ഈ പ്രാവശ്യം ഇതിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഓണാശംസകൾ. താങ്ക് യു.